Good morning. Good morning. Good morning all. കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. മഴയൊക്കെയാണ്. അപ്പൊ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണം ക്ലാസ് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ക്ലാസ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ബ്രേക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്തോ, ക്ലാസ് ഉണ്ടായിരിക്കുന്നല്ല കേട്ടോ. പക്ഷെ നമ്മള് മഴയൊക്കെയാണ്, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്താകും എന്നുള്ളത്. അതുകൊണ്ട് ക്ലാസ് തുടർന്നതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ലീവ് ആയിക്കോട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് പോർഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്, ഓർമ്മയുണ്ടോ? ജോബ് അനാലിസിസ് എന്നായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ? ഓർമ്മയുണ്ടോ? അപ്പൊ ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, നമ്മള് ആ ജോബിനെ കുറിച്ചിട്ട് ജോബ് അനാലിസിസ് ദ പ്രോസസ് ഓഫ് സ്റ്റഡിങ് ആൻഡ് കളക്ടിങ് ദ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ ഓപ്പറേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ സ്പെസിഫിക് ജോബ്. ആ ഒരു ജോബ് ചെയ്യേണ്ട അതിനെ കുറിച്ചിട്ട്, ആ ഒരു സ്പെസിഫിക് ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അതിനെക്കുറിച്ച് പഠനം നടത്തുക, അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഒരു ജോബിനെ കുറിച്ച്, ആ പർട്ടിക്കുലർ ജോബിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജോബ് അനാലിസിസിന്റെ രണ്ട് ഇമ്മീഡിയറ്റ് പ്രൊഡക്റ്റ് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഏതെല്ലാമായിരുന്നു അത്? ജോബ് ഡിസ്ക്രിപ്ഷനും പിന്നെ ജോബ് സ്പെസിഫിക്കേഷനും ആണ് പറഞ്ഞത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് ആണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ഓക്കെ. നമ്മളിത് കഴിഞ്ഞിട്ട് കൺസെപ്റ്റ് ഓഫ് ജോബ് അനാലിസിസിലേക്ക് വന്നു. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ജോബിനെ കുറിച്ചിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക. പിന്നെ അത് സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് അനലൈസിലൂടെ ആ ജോബിന് വേണ്ട കാര്യങ്ങള്, അതിനെ കുറിച്ചിട്ട് എന്തൊക്കെ ടാസ്ക് ആണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്തെല്ലാമാണ് ജോബ് അനാലിസിസിന്റെ സ്റ്റെപ്സ് ഓർ പ്രോസസ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. എന്തെല്ലാമാണ് ജോബ് അനാലിസിസിന്റെ പ്രോസസ് ഓർ സ്റ്റെപ്സ് എന്നുള്ളത്. ആദ്യം തന്നെ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ്. നമ്മൾ എന്ത് കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ജോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്, ഡിഫൈനിങ് ഒബ്ജക്റ്റിൽ വരുന്നത്. Preparing job analysis, then job analysis prepare ചെയ്യുന്നു, performing job analysis, then designing job description and job specification. ജോബ് ഡിസ്ക്രിപ്ഷനും എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു. ഇനി എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രം അത് എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ലാസ്റ്റ് കൺട്രോളിംഗ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. അങ്ങനെ 5 സ്റ്റെപ്പുകളാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനുള്ളത്. എത്ര സ്റ്റെപ്പാണ്? 5 സ്റ്റെപ്സ് ആണ്, 5 സ്റ്റെപ്സ് ആണ് ഉള്ളത്. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം. ഓക്കെ. ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ്സ്. ആദ്യത്തെ സ്റ്റെപ്പ് ആണ് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്. The foremost step in the process of job analysis is define the object of job analysis. ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ്, ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആണ് എന്താണ് ജോബ് അനാലിസിസ് എന്നുള്ളതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക, അത് സ്റ്റേറ്റ് ചെയ്യുക. The object could be either of the following. താഴെ പറയുന്നത് ആകാം ഒബ്ജക്റ്റീവ്സ്. നോക്കാം. റീഡിസൈനിങ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ റീഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ, ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. റിവൈസ് ദ കോമ്പൻസേഷൻ പ്രോഗ്രാം. കോമ്പൻസേഷൻ അറിയാലോ, നിങ്ങൾക്ക് സാലറി ആൻഡ് വേജസ്. അപ്പൊ അങ്ങനെ കോമ്പൻസേഷനിൽ എന്തെങ്കിലും റിവിഷൻസ് ഉണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ.
റീഡിസൈൻ ദ ജോബ് ഇൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലെ ജോബില് എന്തെങ്കിലും മാറ്റങ്ങൾ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഡ്യൂട്ടീസ് എക്സ്ട്രാ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാം, ഇതെല്ലാം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയാം. Once the objective selected, നമ്മൾ ചിലപ്പോൾ നമ്മുടെ കമ്പനിയിൽ പറഞ്ഞതായിരിക്കില്ല ഒബ്ജക്റ്റീവ്, നമ്മൾ ജോബ് ഡിഫൈൻ ചെയ്യുന്ന ഒബ്ജക്റ്റീവ് നമ്മൾ സെലക്ട് ചെയ്തു, നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണോ അത് നമ്മൾ സെലക്ട് ചെയ്തു. ഇറ്റ് ഷുഡ് ബി വെൽ കമ്മ്യൂണിക്കേറ്റ് ടു ദ ടോപ്പ് മാനേജ്മെന്റ്. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് തന്നെ നമ്മൾ ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വിത്ത് ഇറ്റ് സപ്പോർട്ട്സ് ഓൺലി, ടോപ്പ് മാനേജ്മെന്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഓർഗനൈസേഷനിൽ ആ മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ദ ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ. ടോപ്പ് മാനേജ്മെന്റിന്റെ പെർമിഷനോട് കൂടി മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഓർഗനൈസേഷനിൽ ഈ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആദ്യം പറഞ്ഞത് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ് ആണ്. ദ ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ഈസ് ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ജോബ് അനാലിസിസ്. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് ജോബ് അനാലിസിസിനെ സംബന്ധിച്ച് എന്താണ് ജോബ് അനാലിസിസിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. താഴെ പറയുന്ന കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട് ഒബ്ജക്റ്റീവ്സിന്. മേ ബി ഈ പറയുന്നത് എക്സാമ്പിൾസ് മാത്രമാണ് കേട്ടോ. ദ ഒബ്ജക്റ്റീവ് കുഡ് ബി ഐദർ ഓഫ് ദ ഫോളോയിങ്, താഴെ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നാകാം. റീഡിസൈനിങ്, എന്താണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ റീഡിസൈൻ ചെയ്യാണോ, അല്ലെങ്കിൽ കോമ്പൻസേഷനിൽ മാറ്റം വരുത്തുന്നു, നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ ജോബ് റീഡിസൈൻ ചെയ്യുന്നു. മേ ബി ഇത് ഏതെങ്കിലും ആകാം. ഓക്കെ, ഇനി നമ്മൾ ഒബ്ജക്റ്റീവ്, നമ്മുടെ ജോബ് അനാലിസിസിന്റെ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ടോപ്പ് മാനേജ്മെന്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. വിത്തൗട്ട് ദർ സപ്പോർട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, മാറ്റങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ദെൻ രണ്ടാമത്താണ് പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ്. നമ്മൾ ഇത് എന്ത് ചെയ്യാണ്, ജോബ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ആഫ്റ്റർ സെലക്ടിങ് ആൻ ഒബ്ജക്റ്റീവ്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പില് നമ്മൾ എന്ത് ചെയ്തു, ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്തു. 1 മിനിറ്റ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് റീഡ് ചെയ്യട്ടോ. നോക്കാട്ടോ, ഫസ്റ്റ് പോയിന്റ് എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയാ.
Okay. Defining the objectives. Next point നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് preparing the job analysis. After setting an objective, നമ്മൾ ആ objective set ചെയ്തു. The kinds of job that are to be analyzed are selected. നമ്മൾ ഇനി ആ ഒരു ജോബിനെ റിലേറ്റ് ചെയ്യുന്ന ആ ഒരു വർക്ക് നമ്മൾ സെലക്ട് ചെയ്തല്ലോ, ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്തു. ആ ഒബ്ജക്റ്റീവിന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോബുകൾ നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും, സെലക്ട് ചെയ്യും. നമ്മളൊരു ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്തു, ആ ഒരു ഒബ്ജക്റ്റീവിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പെർഫോം ചെയ്യേണ്ട ജോബുകൾ എന്തൊക്കെയാണ് അത് അനലൈസ് ചെയ്യും, സെലക്ട് ചെയ്യുമാണ് ഇവിടെ വരുന്നത് പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസിൽ വരുന്നത്. നമ്മളിപ്പോ ഈ പറഞ്ഞ ജോബ് പല ടൈപ്പിലായിരിക്കും. വെദർ ദ ക്ലറിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ആയിരിക്കും, ഓർ മാനേജീരിയൽ ജോബ് ആയിരിക്കാം, ഡിവിഷൻ ഓഫ് സ്പെസിഫിക് ജോബ്സ്, ചിലപ്പോൾ ഒത്തിരി ഡിവൈഡ് ചെയ്തിട്ടുള്ള ജോബുകൾ നമ്മൾ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. ഓൾസോ ദ മെമ്പേഴ്സ് ഹു ആർ ഇൻക്ലൂഡ് ഇൻ ദ അനാലിസിസ്, ദ മെത്തേഡ് ടു ബി യൂസ്ഡ് ആർ ഐഡന്റിഫൈഡ്. നമ്മൾ ജോബ് അനാലിസിസിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എന്ത് മെത്തേഡാണ് നമ്മൾ ഇവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്തത് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അറ്റ് ദിസ് സ്റ്റേജ് complete review of existing job description is done to have a fair insight of the duties, responsibility, organization chart, working condition, hazards, etc. that are found in specific type of job. ഒന്ന് മനസ്സിലായെന്ന് അറിയാം. നമ്മളിപ്പോ ഒരു ജോബിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്ക്രൈബ് ചെയ്തു. അപ്പൊ ആ ജോബ് എക്സിസ്റ്റിംഗ് ജോബ് അവിടെ റൺ ചെയ്തുകൊണ്ടിരുന്ന ജോബില് എന്തെല്ലാം ഡ്യൂട്ടീസ് ആണ് ആ ജോബിലെ ആള് പെർഫോം ചെയ്തത്, എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത്, ഓർഗനൈസേഷൻ ചാർട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ അസൈൻ ചെയ്യുന്നുണ്ട്, അതിനെ കുറിച്ച് ഓരോ ജോബ് അസൈൻ ചെയ്യുന്നു, ആ ഓർഗനൈസേഷൻ ചാർട്ടുകൾ, വർക്കിംഗ് കണ്ടീഷൻ, നമ്മളിപ്പോ ആ എംപ്ലോയി വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ, ഹസാർഡസ് എന്ന് വെച്ചാൽ ഡേഞ്ചറസ് ആണ്, ഇനി എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലുള്ള വർക്ക് അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, ഡേഞ്ചറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിന് ത്രെറ്റനിങ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ജോബ് എന്ത് ചെയ്യുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ചെയ്തിരിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫെയർ കോപ്പിയിൽ അതൊന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഇന്നതാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി, ഇന്ന ഡ്യൂട്ടീസ് പെർഫോം ചെയ്യണം, അദ്ദേഹം ഇന്നൊരു വർക്കിംഗ് കണ്ടീഷനിലാണ്, ഹസാർഡസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ചെയ്യണം പറയുന്നത്. അപ്പൊ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വന്നു. പ്രിപ്പയറിംഗ് ജോബ് അനാലിസിസ് ആണ്. നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമ്മൾ പ്രിപ്പയറിംഗ് ജോബ് അനാലിസിസിലേക്കാണ് വരുന്നത്. നമ്മൾ അവിടെ ആ ഒരു ജോബില് എന്തൊക്കെ ജോബാണ്, ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ജോബാണ് അവിടെ പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്യാണ്. മേ ബി അത് ക്ലറിക്കൽ ഓർ മാനേജീരിയൽ ഓർ ഡിവിഷൻ ഓഫ് സ്പെസിഫിക് ജോബ്സ്, ഒരുപാട് ജോബുകൾ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും. മേ ബി ഇങ്ങനെ കോമ്പിനേഷൻ ആയിരിക്കും, ഒത്തിരി ജോബുകളുടെ കോമ്പിനേഷൻ ആയിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സിനെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഈ അനലൈസിൽ നമ്മൾ ആ ഒരു വ്യക്തിനെ കുറിച്ച്, ആ വർക്ക് ചെയ്യുന്ന ആളെ കുറിച്ച് നമ്മൾ പഠനം നടത്തേണ്ടതായിട്ട് വരും. ഇനി അവർ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ ലേബർ ഇൻസെന്റീവ് മെത്തേഡ് ആണോ ക്യാപിറ്റൽ ഇൻസെന്റീവ് മെത്തേഡ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ലേബർ ഇൻസെന്റീവും ക്യാപിറ്റൽ ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബേഴ്സിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതിനാണ്, എന്നുവെച്ചാൽ വർക്കേഴ്സിനെ തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ലേബർ ഇൻസെന്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഇൻസെന്റീവ് ടെക്നിക് എന്ന് പറഞ്ഞാൽ മെഷീൻസ് ആയിരിക്കും അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ് അവിടെ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. ദെൻ നമ്മൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ, നമ്മൾ എക്സിസ്റ്റിംഗ് ജോബിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ നമ്മളൊരു പഠനം നടത്തണം. അവിടെ എന്തെല്ലാം ഡ്യൂട്ടീസ് ആണ് ആ ഒരു ജോബിന് വേണ്ടി പെർഫോം ചെയ്യേണ്ടത്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എന്തെല്ലാമാണ് അവർക്ക് അസൈൻ ചെയ്യുന്ന ടാസ്കുകൾ, ഒരു വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, ഹസാർഡസ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആ സ്പെസിഫിക് ജോബിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. ഇതാണ് പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പാണ് പെർഫോമിംഗ് ദ ജോബ് അനാലിസിസ്. The next stage in the process of job analysis is to perform or begin with the job analysis. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ജോബ് അനാലിസിസിന്റെ. പെർഫോം ഓർ ബിഗിൻ ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ് എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക, കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക.
ഇവിടെ നിന്നാണ് ജോബ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Here the sufficient time should be allotted for collecting the job details from the employees. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം നമ്മൾ കൊടുക്കുകയാണ്. ഈ ജോബ് അനാലിസിസ് ചെയ്ത വ്യക്തിക്ക് നമ്മൾ സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം അലോ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട് അലോ ചെയ്യുന്നത്? ഈ എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള ഡാറ്റാസ്, അവരെ കുറിച്ച് ചിലപ്പോൾ നേരിട്ടായിരിക്കും, മേ ബി ക്വസ്റ്റിനെയർ വഴിയായിരിക്കും, ഓർ നമ്മൾ നേരിട്ട് പേഴ്സണൽ ആയിട്ട് ഇന്റർവ്യൂ ചെയ്തായിരിക്കും ചിലപ്പോൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്, ഓർ നമ്മൾ അവർ വർക്ക് ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കും. അപ്പൊ അവരിൽ നിന്ന്, എംപ്ലോയീസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. കുറച്ച് കൂടുതൽ ടൈം കൊടുത്തിട്ടാണ് നമ്മുടെ ജോബ് അനാലിസിസ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവരോട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ജോബിനെ കുറിച്ചിട്ട് അവരോട് തന്നെ ചോദിക്കും. കാരണം നമുക്കറിയാം, ഒരു നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ആളെക്കാളും കൂടുതൽ ആ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ആ ജോബിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറയാൻ പറ്റുന്നത്. സോ നമ്മൾ സഫീഷ്യന്റ് ടൈം അലോട്ട് ചെയ്തിട്ട് അവരിൽ നിന്ന്, ഈ എംപ്ലോയീസിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. ദ ഇൻഫർമേഷൻ ഫ്രം ദ എംപ്ലോയീസ് ക്യാൻ ബി കളക്റ്റഡ് ത്രൂ, നമുക്ക് ഈ ഇൻഫർമേഷൻസ് എങ്ങനെ കളക്ട് ചെയ്യാന്നാ പറയുന്നത്, എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് ത്രൂ ക്വസ്റ്റിനെയേഴ്സ്. നമുക്കറിയാലോ, ക്വസ്റ്റിനെയേഴ്സ് കൊടുത്ത് അവരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ച് കളക്ട് ചെയ്യാം. ദെൻ ആ കളക്ട് ചെയ്ത ക്വസ്റ്റിനെയേഴ്സ് നമുക്ക് അനലൈസ് ചെയ്ത് ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. ഓർ ഇന്റർവ്യൂ, നമ്മൾ പേഴ്സണലി നമ്മൾ അവരോട് ഇന്റർവ്യൂ ചെയ്യാണ്. ഓരോ എംപ്ലോയീസിനോടും പേഴ്സണലി ഇന്റർവ്യൂ ചെയ്ത് അവർക്ക് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, അതേപോലെ തന്നെ ജോബിന് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, എന്തെല്ലാം റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പേഴ്സണലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിച്ച് മനസ്സിലാക്കാം. ഓർ ത്രൂ ആൻഡ് ഒബ്സർവേഷൻ മെത്തേഡ് വഴി അത് അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ അവർ ചെയ്യുന്ന വർക്ക് മാറി നിന്ന് നിരീക്ഷിച്ചുകൊണ്ട് അവരെന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ റെസ്പോൺസിബിലിറ്റി അറ്റ് എ ടൈം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമുക്ക് എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഏതെല്ലാമാണ് ആ 3 രീതി? ക്വസ്റ്റിനെയേഴ്സ്, ഇന്റർവ്യൂ ആൻഡ് ഒബ്സർവേഷൻ മെത്തേഡ്. ആഫ്റ്റർ കളക്ടിങ് ദ ഇൻഫർമേഷൻ, നമ്മൾ ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്തു ഇല്ലേ, ക്വസ്റ്റിനെയർ വഴിയായാലും ഇന്റർവ്യൂ വഴിയായാലും അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ് ആയാലും നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. It must be organized on the basic of its nature, division and department. നമ്മളിത് ഓർഗനൈസ് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. അതിന്റെ നേച്ചർ അനുസരിച്ചോ ഡിവിഷൻ അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ്സ് അനുസരിച്ച് നമ്മളത് എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈയോ ഓർഗനൈസോ ചെയ്യുന്നു. ഇത്രയുമാണ് ഇവിടെ വരുന്നത് പെർഫോമിംഗ് ദ ജോബ് അനലൈസിൽ വരുന്നത്. സെക്കൻഡും തേർഡ് പോയിന്റും ഒന്ന് റീഡ് ചെയ്തേ. Performing the job analysis and preparing the job analysis. Second, third point on the read it aloud. എല്ലാവരും റീഡ് ചെയ്തല്ലേ? ഇനി നമ്മുടെ 4th സ്റ്റെപ്പിലേക്കാണ് നമ്മൾ മൂവ് ആകുന്നത്. നമ്മുടെ 4th സ്റ്റെപ്പ് എന്താണ്? ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് ഡിസ്ക്രിപ്ഷനെയും ജോബ് സ്പെസിഫിക്കേഷനെയും എക്സാമ്പിൾസ് നമ്മൾ ഇനി വരുമ്പോൾ നോക്കും. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷനും എന്താണ് ജോബ് സ്പെസിഫിക്കേഷനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു. അറ്റ് ദിസ് സ്റ്റേജ് the job analysis create a draft of job description and job specification. ഒരു ഡ്രാഫ്റ്റ് അദ്ദേഹം പ്രിപ്പയർ ചെയ്യാണ്. എന്തിനെ കുറിച്ചിട്ടുള്ള ഡ്രാഫ്റ്റ് ആണ് അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഇവിടുത്തെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതും എന്തൊക്കെയാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ എന്നുള്ള ഒരു ഡ്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിപ്പയർ ചെയ്യാണ്. After organizing the information, the changes that needed to made in the job is identified and is written on a paper. നമ്മൾ എന്ത് ചെയ്തു, ഇൻഫർമേഷൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്തതിനു ശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ ജോബിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് നമ്മളതൊരു റിട്ടേൺ പേപ്പറിൽ എഴുതും. അതിനെയാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്.
once the draft get prepared, നമ്മൾ ആ ഡ്രാഫ്റ്റ് അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it is passed to the managers. അത് ആദ്യം തന്നെ മാനേജേഴ്സ് ടോപ്പ് ലെവലിലേക്ക് പാസ് ചെയ്യും, മാനേജേഴ്സിന് പാസ് ചെയ്യും. മാനേജേഴ്സ് ആയിരിക്കും സൂപ്പർവൈസേഴ്സിന് പാസ് ചെയ്യുന്നത്, മിഡിൽ ലെവലിലേക്ക് പാസ് ചെയ്യുന്നു. ആൻഡ് ദ എംപ്ലോയീസ്, സൂപ്പർവൈസേഴ്സ് അത് ആർക്ക് പാസ് ചെയ്യുന്നു? എംപ്ലോയീസിന് പാസ് ചെയ്യുന്നു, ലോവർ ലെവലിലേക്ക് അത് പാസ് ചെയ്യുന്നു. നോക്കാം, ഒരു ജോബിനെ കുറിച്ചിട്ട് നമ്മളൊരു എന്താണ് ആ ജോബിന് വേണ്ട ഡിസ്ക്രിപ്ഷൻസും സ്പെസിഫിക്കേഷനും ഡ്രാഫ്റ്റ് ചെയ്യണം. അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത്. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻസ്, നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ തേർഡ് സ്റ്റേജിൽ അനലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്ത് മാറ്റമാണ് ആ ഒരു ജോബിന് വരുത്തേണ്ടത്. അത് ഐഡന്റിഫൈ ചെയ്യുക, അതൊരു പേപ്പറിൽ, റിട്ടേൺ പേപ്പറിൽ നമ്മൾ എഴുതാം. അങ്ങനെ ഡ്രാഫ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടോപ്പ് മാനേജ്മെന്റിനോട് അത് കൈമാറാം. മാനേജർ ആയിരിക്കും അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാനേജർ അത് സൂപ്പർവൈസർക്കും, സൂപ്പർവൈസർ അത് എംപ്ലോയിക്കും കൈമാറും. ഓക്കെ, ഇനി കൺട്രോൾ ഓഫ് ജോബ് ഡിസൈൻ, ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്പെസിഫിക്കേഷൻ. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്താ, ജോബ് ഡിസ്ക്രിപ്ഷനെയും ജോബ് സ്പെസിഫിക്കേഷനും കൺട്രോൾ ചെയ്യാന്നുള്ളത്. ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് wherein job description and the specification are timely checked. നമ്മള് ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ടൈമിലി നമ്മൾ അത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുന്നതുണ്ടോ? നമുക്കറിയാം നമ്മളുടെ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണുണ്ടെങ്കിൽ അങ്ങനെ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരെയും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ചസ് അനുസരിച്ച് മോഡിഫൈ ചെയ്യുകയും വേണം. എന്ത്, ഈ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും നമ്മൾ ചെക്ക് ചെയ്യുക. അതിനെന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ടൈംലി ചെക്ക് ചെയ്യണം. അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണമെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ വരുത്താം. നമുക്ക് നോക്കാം. Control job description and job specification. This is the last step in the process of job analysis. നമ്മുടെ job analysis ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് ആണ്. Wherein job description and specifications are timely checked and modified according to the changes in the needs of the organization. നമ്മുടെ ഓർഗനൈസേഷന്റെ നീഡ്സിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ മാറ്റങ്ങൾ മോഡിഫൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യുകയും വേണം. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ, ലാസ്റ്റ് 2 പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്തേ.
Ma'am. Okay, okay. Okay, sorry. ഇപ്പൊ കേൾക്കാലോ? Sorry, ഓക്കെ. നമ്മള് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും നമ്മള് പറഞ്ഞു ഡീറ്റെയിൽസ്. ഒരു ജോബിനെ കുറിച്ചിട്ട് എന്തെല്ലാം ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് വേണ്ടത്, എന്തെല്ലാം ജോബ് സ്പെസിഫിക്കേഷൻ ആണ് വേണ്ടത് നമ്മൾ സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞു. നമ്മൾ ആ ഒരു 2 പേര് മാത്രമേ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ജോബ് സ്പെസിഫിക്കേഷൻ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ the job analyze result in job description and job specification. നമുക്കറിയാം ജോബ് അനലൈസിന്റെ 2 പ്രൊഡക്റ്റുകളാണ് എന്ത്, ജോബ് ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ ജോബ് സ്പെസിഫിക്കേഷനും. The job description comprises of ജോബ് ഡ്യൂട്ടീസ്, നമ്മൾ ആ ജോബ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഡ്യൂട്ടീസ് ആണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടും, ദ ലെവൽ ഓഫ് റെസ്പോൺസിബിലിറ്റി, ദ വർക്കിംഗ് കണ്ടീഷൻ എക്സെട്ര, ഇതെല്ലാമാണ് ഇവിടെ വരുന്നത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. Whereas job specification tell about സ്കില്ല്, നമുക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോബ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് സ്കില്ല് വേണം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ required to perform a specific job. ആ ഒരു സ്പെസിഫിക് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സ്കില്ല്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെയാണ് ഇവിടെ വരുന്നത് ജോബ് സ്പെസിഫിക്കേഷൻ വരുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ജോബ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, വർക്കിംഗ് കണ്ടീഷൻ എക്സെട്ര ആണ് വരുന്നതെങ്കിൽ, ജോബ് സ്പെസിഫിക്കേഷനിൽ നമ്മൾ ആ ജോബ് ചെയ്യാൻ നമ്മൾ ആ ഒരു വ്യക്തിക്ക്, ആ ഒരു എംപ്ലോയിക്ക് എന്തോരം സ്കില്ല് വേണം, എന്താണ് എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, അതേപോലെ തന്നെ ട്രെയിനിങ്, ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മളൊരു ചാർട്ടില് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ഉള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മള് എന്താണ് ഫസ്റ്റ് ജോബ് അനാലിസിസിന് നമുക്ക് 2 പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞല്ലേ, 2 കാര്യങ്ങളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണ് ജോബ് ടൈറ്റിൽ. എന്ത് ജോബ് ആണോ ആ ടൈറ്റിൽ ഉണ്ടാവുമല്ലോ. ഇപ്പൊ അക്കൗണ്ടന്റ് ആണെങ്കിൽ അക്കൗണ്ടന്റ്, ചീഫ് അക്കൗണ്ടന്റ്, ഓർ മാനേജർ ആണെങ്കിൽ ഫിനാൻസ് മാനേജർ, ഓർ മാർക്കറ്റിംഗ് മാനേജർ, ആ ജോബ് ടൈറ്റിൽ എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. ജോബ് ലൊക്കേഷൻ, ആ ജോബ് ഇപ്പൊ എന്താ പറയാ മാനേജർ ആണെന്ന് വിചാരിക്കും, ഇവിടെ ഉള്ള ഏത് മാനേജറാന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, സെയിൽസ് മാനേജർ ആണോ, അതേപോലെ തന്നെ പർച്ചേസ് മാനേജർ ആണോ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ ആണോ, ആ ജോബ് ലൊക്കേഷൻ, ആ ജോബ് സമ്മറി, ആ ജോബ് പെർഫോം ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം ഡ്യൂട്ടീസ് ആണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്, ആ ജോബിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, ജോബിനെ കുറിച്ചിട്ടുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും സ്റ്റേറ്റ് ചെയ്യണം. ഇനി ഇതിൽ റിപ്പോർട്ടിംഗ് ടൂന്നുണ്ട്, അത് റിപ്പോർട്ട്സ് ആക്കാം കേട്ടോ. എന്താണ് റിപ്പോർട്ടിംഗ് ടൂന് റിപ്പോർട്ട്സ് ആക്കാം, ഈ ജോബിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ. ഓക്കെ, റിപ്പോർട്ടിംഗ് ടൂ എന്നുള്ളത് എന്താക്ക റിപ്പോർട്ട്സ് ആക്കാം കേട്ടോ. ഒരു എസ് ആക്കിയാൽ മതി, ING തീയും കളഞ്ഞിട്ട് റിപ്പോർട്ട്സ് ആക്കാം. ഓക്കെ, റിപ്പോർട്ട്സ് കൊടുക്കാം. പിന്നെ വർക്കിംഗ് കണ്ടീഷൻ, നമ്മൾ ആ ഒരു ജോബിന്റെ വർക്കിംഗ് കണ്ടീഷൻസ് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ജോബ് ഡ്യൂട്ടീസ്, ആ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്. മെഷീൻ ടു ബി യൂസ്ഡ്, എന്തെല്ലാം മെഷീൻസ് ആണ് നമ്മൾ ആ ഒരു ജോബിന് വേണ്ടിയിട്ട് ജോബ് പെർഫോം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഹസാർഡസ്, പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാമാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവുക, ജോബ് ഡിസ്ക്രിപ്ഷനിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ജോബ് സ്പെസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ആ ജോബ് പെർഫോം ചെയ്യാൻ എന്ത് ക്വാളിഫിക്കേഷൻ വേണം, എന്തൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരിക്കണം, എക്സ്പീരിയൻസ്, നമുക്ക് എന്തോരം എക്സ്പീരിയൻസ് വേണം, അതേപോലെ തന്നെ ദെൻ ട്രെയിനിങ്, സ്കിൽസ്, നമുക്ക് എന്തെല്ലാം സ്പെഷ്യൽ സ്കിൽസ് വേണം. ദെൻ റെസ്പോൺസിബിലിറ്റീസ്, നമ്മളെ ആ ഒരു ജോബ് പെർഫോം ചെയ്യുന്ന എന്തെല്ലാം
റെസ്പോൺസിബിലിറ്റീസ്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ടുള്ള ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നമ്മൾ പറയില്ലേ, അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ട് അത്യാവശ്യം നല്ല കൺട്രോൾ ഉള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിനെ ആയിരിക്കണം നമ്മൾ മാനേജറൊക്കെ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ പറയാറുണ്ട്. സെൻസറി ഡിമാൻഡ്സ്, ആ വ്യക്തിയുടെ സെൻസറി ആയിട്ടുള്ള ഡിമാൻഡ്സ് എന്തൊക്കെയാണ്? ആ ഒരു ജോബിന് അനുസരിച്ച് ഓരോ വ്യക്തിക്കും ഡിമാൻഡ്സ് ഉണ്ടാവും. അതെന്താണ് അദ്ദേഹത്തിന്റെ സെൻസറി ഡിമാൻഡ്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, നമ്മള് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് അനാലിസിസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ജോബ് അനാലിസിസിൽ നമ്മൾ പറഞ്ഞ രണ്ട് പ്ലെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു. എന്തെല്ലാമാണ് പറഞ്ഞത്? ജോബ് ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ ജോബ് സ്പെസിഫിക്കേഷനും പറഞ്ഞു. അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷന്റെ എക്സാമ്പിൾസും പറഞ്ഞു, ജോബ് സ്പെസിഫിക്കേഷനും എക്സാമ്പിൾസ് പറഞ്ഞു. നിങ്ങൾ റീഡ് ചെയ്യുക. എന്താണ് ജോബ്? ഈ ഒരു പാരഗ്രാഫ്, മുകളിൽ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫും പിന്നെ ഈ ഒരു ബോക്സും കൂടി റീഡ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അത് ക്ലിയർ ആവുള്ളൂ. എന്തൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷനുള്ള എക്സാമ്പിൾസ്, എന്തെല്ലാമാണ് ജോബ് അനാലിസിസിനുള്ള എക്സാമ്പിൾസ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ മുകളിലത്തെ പാരഗ്രാഫും പിന്നെ ആ ബോക്സിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതും ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. സെൻസറി ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ ഒരു ജോബ് പെർഫോം ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടോ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. നമുക്ക് ഉണ്ടാവുമല്ലോ, നമുക്ക് എന്താണ് ഒരു പ്ലാൻ ഉണ്ടാവും. ആ ഒരു പ്ലാനിൽ ചിലപ്പോൾ ഒരു സാലറി പാക്കേജിനെ കുറിച്ചിട്ടായിരിക്കും നമ്മുടെ ഡിമാൻഡ്. മേ ബി നമുക്ക് ബെനഫിറ്റ്സുകളായിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. അങ്ങനെ എന്താണോ ആ വ്യക്തിയുടെ സെൻസറി ഡിമാൻഡ് എന്നുള്ളതും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ടാവും. മാം മ്യൂട്ട് ആണ്. സോറി നോക്കാട്ടോ. അപ്പോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ജോബ് അനാലിസിസിന്റെ പർപ്പസുകളാണ്. ഓക്കെ, നമ്മൾ ജോബ് അനാലിസിസിനെ കുറിച്ചിട്ട് ഇതിന് മുമ്പ് രണ്ട് കാര്യങ്ങളാണ് നോക്കിയത്. എന്തൊക്കെയാണ് ജോബ് അനാലിസിസിന്റെ പ്രോസസ് നോക്കി ഇല്ലേ? 5 പ്രോസസ് ഉണ്ട്. നമ്മൾ 5 പ്രോസസ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ജോബ് അനാലിസിസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ആണ്. ജോബ് ഡിസ്ക്രിപ്ഷന് കുറച്ച് എക്സാമ്പിൾസും
ജോബ് സ്പെസിഫിക്കേഷന് കുറച്ച് എക്സാമ്പിൾസ് നോക്കി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ് ആണ്. ജോബ് അനാലിസിസിന്റെ പർപ്പസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, ജോബ് അനാലിസിസ് plays an important role in recruitment and selection. ജോബ് അനാലിസിസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നത് എന്ത് കാര്യത്തിലാണ്? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന പ്രോസസ്സിലാണ് ഒരു ഇമ്പോർട്ടന്റ് റോൾ പെർഫോം ചെയ്യുന്നത്. ദെൻ ജോബ് ഇവാലുവേഷൻ, ആ ജോബിനെ കുറിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങിയ സമയത്ത്. ഓരോ എംപ്ലോയീസും ചെയ്യുന്ന വർക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ പറയുന്ന പേരാണ് പെർഫോമൻസ് അപ്രൈസേഴ്സ്. പിന്നെ ജോബ് ഡിസൈൻസ്, ജോബിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ഡിസൈഡിങ് ദ കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് പാക്കേജസ്. ഇനി കോമ്പൻസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബെനിഫിറ്റ്സ് പാക്കേജസ് നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്യണം. സാലറി ആൻഡ് വേജസ് ആണ് കോമ്പൻസേഷനിൽ വരുന്നത്. ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെല്ലാം വരാം? ഡിയർനെസ് അലവൻസ്, ബോണസ്, മേ ബി HRI, ഹൗസ് റെന്റ് അലവൻസ്, ലീവ് എൻകാഷ്മെന്റ്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എംപ്ലോയീസിന്. അതെന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്? ബെനിഫിറ്റ് പാക്കേജസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഡീൽ ചെയ്യുന്നു. പെർഫോമൻസ് അപ്രൈസൽ, നമ്മൾ ആ ജോബ് പെർഫോമൻസ് എന്ത് ചെയ്യുന്നു? അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അനലൈസിങ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ്, നമ്മൾ എംപ്ലോയിനെ കുറിച്ച് അല്ലെങ്കിൽ ആ എംപ്ലോയി ചെയ്യുന്ന വർക്കിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ എംപ്ലോയിക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ, ഡെവലപ്മെന്റ് ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അങ്ങനെ എന്തെങ്കിലും നീഡ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുക? അസൈൻ ചെയ്യുക. Assess the worth of the job and increase in the personal as well as the organization productivity. നമ്മൾ ആ ജോബിന്റെ വർത്ത് കൂട്ടുക, വാല്യൂ കൂട്ടുക. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കൊണ്ട്. പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു 100 യൂണിറ്റ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ട്രെയിനിങ് ഒക്കെ വേണമെങ്കിൽ ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ 120 യൂണിറ്റ്സ് പെർ അവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുവഴി ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യും? പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് കാരണമാകും. ഇനി നമ്മൾ ആ ഒരു ജോബ് അനാലിസിസിന്റെ പർപ്പസ് നമ്മൾ 5ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളത് ഒരു ചാർട്ട് രൂപത്തിലാണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ എന്താണ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ പർപ്പസ് ആണ് റിക്രൂട്ടിംഗ് ആൻഡ് സെലക്ഷൻ. എന്താണ് ആദ്യത്തെ പർപ്പസ്? റിക്രൂട്ടിംഗ് ആൻഡ് സെലക്ടിങ്. ഇവിടെയാണ് ക്രിയേറ്റിംഗ് എ റൈറ്റ് ഫിറ്റ് ബിറ്റ്വീൻ ജോബ് ആൻഡ് കാൻഡിഡേറ്റ്. ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് നമ്മളുടെ ജോബിന് റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ആ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് എന്ത് ചെയ്യുന്നത്? പോസ്റ്റ് ചെയ്യുന്നത്. എന്താണ്? റൈറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയീസിന് റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. നെക്സ്റ്റ് ആണ് പെർഫോമൻസ് അനലൈസ്, ഇവാലുവേഷൻ ആൻഡ് അപ്രൈസൽ. പെർഫോമൻസ് അനലൈസിലാണ് നമ്മൾ ആ ഒരു എന്താണ് അവർ വർക്ക് ചെയ്യുന്നത്, ആ ഒരു വർക്കിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യുന്നു, അപ്രൈസ് ചെയ്യുന്നു, ജോബ് ഇവാലുവേഷൻ നടത്തുന്നു. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു അവർ ചെയ്യുന്ന വർക്ക് തന്നെയാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? കോമ്പൻസേഷൻ പാക്കേജ്. നമ്മൾ പെർഫോമൻസ് അനലൈസ് ചെയ്താലും ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കോമ്പൻസേഷൻ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആ വർക്ക് ചെയ്യിക്കുന്നതിന് റൈറ്റ് കോമ്പൻസേഷൻ, റീസണബിൾ ആയിട്ടുള്ള വേജോ സാലറിയോ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ് നെക്സ്റ്റ്. ജോബ് ഡിസൈനിങ്. കോമ്പൻസേഷൻ മുമ്പ് നമുക്ക് ജോബ് ഡിസൈനിങ് വരുന്നുണ്ട്. ജോബ് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെ ജോബാണ് അവിടെ ചെയ്യുന്നത്. പിന്നെന്താണ്? റീഡിസൈനിങ്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ എന്തെങ്കിലാണ്. പിന്നെ എൻറിച്ച്മെന്റ്, ചേഞ്ചസ് വല്ലതും വരുത്തുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവണം. നമ്മൾ ജോബിലെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യണം? പറഞ്ഞിട്ടുണ്ടാവണം. പിന്നെ ജോബ് പിന്നെന്താ പറയുന്നത്? എൻലാർജ്മെന്റ്. നമ്മൾ ആ ജോബിനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് എൻലാർജ്മെന്റും കൂടി പറഞ്ഞിട്ടുണ്ടാകണം. അതിന്റെ വലുപ്പം, അതിന്റെ എന്താ പറയാ എൻലാർജ് ചെയ്തിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു
ജോബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം. എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ജോബ്സിനെ കുറിച്ച്, ജോബ് എൻലാർജ്മെന്റ് ആണ് പറയുന്നത്. ജോബിനെ കുറിച്ചിട്ടുള്ള ആ ജോബിന്റെ വലിപ്പത്തെ കുറിച്ചിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. ഇത് ലാസ്റ്റ് ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ്. നമ്മൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്തെങ്കിലും ട്രെയിനിങ്ങോ ഡെവലപ്മെന്റോ നീഡ്സോ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അത് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇവിടെ വരുന്നത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ് അനാലിസിസിൽ വരുന്നത്. നമ്മളപ്പോ ഓരോ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യും, എന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഇത്രയുമാണ് പർപ്പസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പേജിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് പോയിന്റ് നമുക്കറിയാം. പർപ്പസിലെ ഫസ്റ്റ് പോയിന്റ് ഏതായിരുന്നു? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആയിരുന്നു. നമ്മൾ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. നോക്കാം കേട്ടോ. ഇതില് ജോബ് അനാലിസിസ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് what type of person is required to perform a particular job. ഈ ജോബ് അനാലിസിസിലാണ് നമ്മൾ എന്ത് കാര്യം ഡിറ്റർമിൻ ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് ആ ഒരു പെർട്ടിക്കുലർ ജോബിന് ആക്ട് ആയത്, റിക്വയർഡ് വേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഇറ്റ് പോയിന്റ് ഔട്ട് ദ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ്, എന്തെല്ലാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ആ വ്യക്തിക്ക് വേണ്ടത്. അതേപോലെ തന്നെ എക്സ്പീരിയൻസ്, ദെൻ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ടെക്നിക്കൽ, ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് പേഴ്സണൽ സ്കില്ല്. ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ട ടെക്നിക്കൽ സ്കിൽ എന്തോരമാണ്, പേഴ്സണൽ സ്കിൽ എന്തെല്ലാം വേണം, പേഴ്സണൽ, അതേപോലെ തന്നെ ഇമോഷണൽ, ഫിസിക്കൽ സ്കിൽസുകൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടത് എന്നുള്ളത് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, പോയിന്റ് ഔട്ട് ചെയ്തു. Required to carry out the job in a desired fashion. എന്ന് വെച്ചാൽ ആ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം സ്കിൽസ് ആണോ വേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഒബ്ജക്റ്റീവ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിലെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ദ ഒബ്ജക്റ്റീവ് ഈസ് ടു പുട്ട് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ്. എന്താണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷന്റെ ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്? പുട്ട് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ജോബ്. റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിലേക്ക് എന്ത് ചെയ്യുക, പുട്ട് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ വരുന്നത്. ദെൻ പെർഫോമൻസ് അനലൈസ് ആണ് നെക്സ്റ്റ് വരുന്നത്. Job analysis is done to check if the goals and objectives of a particular job are met or no. Job performance analysis എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ജോബ് പെർഫോം ചെയ്യുന്ന എന്തെല്ലാം ഗോൾസുകളാണ്, എന്തെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണ് അത് മെറ്റ് ചെയ്യേണ്ടത്, മെറ്റ് ചെയ്യാത്തത് എന്തൊക്കെയാണ് എന്ന് അനലൈസ് ചെയ്യുന്നു. ആ ഒരു എംപ്ലോയി എന്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ഒബ്ജക്റ്റീവ്സ് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും അച്ചീവ് ചെയ്യാത്തുണ്ടോ എന്ന് നോക്കുന്നു. It helps in deciding performance standards. നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഡിസൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഒരു 1200 യൂണിറ്റ്സ് ആണ് പെർ വീക്ക് എന്ന് വിചാരിക്കുക. പക്ഷെ ആ എംപ്ലോയി 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. സോ സ്റ്റാൻഡേർഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ എത്ര യൂണിറ്റ്സിന്റെ ഷോർട്ടേജ് വന്നിട്ടുണ്ട്, 200 യൂണിറ്റ്സിന്റെ ഷോർട്ടേജ് വന്നിട്ടുണ്ട്. സോ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. It helps in deciding the performance standards. ഇതേപോലത്തെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇവാലുവേഷൻ ആൻഡ് ക്രൈറ്റീരിയ ആൻഡ് ഇൻഡിവിജ്വൽ ഔട്ട്പുട്ട്. നമുക്ക് ആ ക്രൈറ്റീരിയ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, അവർ എന്താ അച്ചീവ് ചെയ്തോ. അതേപോലെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. On this base, the overall performance of an employee is measured. He or she evaluated accordingly. ഇതിലൂടെ നമുക്ക് ആ ഒരു എംപ്ലോയിയുടെ ഓവറോൾ പെർഫോമൻസ് മെഷർ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ he or she evaluated accordingly. അപ്പൊ ഓരോരുത്തരും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട്. നമ്മുടെ എംപ്ലോയീസിനെ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് പറ്റുന്നു. അതേപോലെ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ടേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓരോ എംപ്ലോയീസും എന്ത് വർക്കാണ് ഓർഗനൈസേഷന്റെ അകത്ത് ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അത് ഇൻഡിവിജ്വലി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്.
അതാണ് പെർഫോമൻസ് അനലൈസിൽ വരുന്നത്. ഇനി നമ്മൾ പെർഫോമൻസിന് എന്തെങ്കിലും വീക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, ആള് പെർഫോം ചെയ്യാൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ജോബ് അനലൈസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ് ഓഫ് ദ എംപ്ലോയീസ്. നമ്മൾ ജോബ് അനലൈസ് എന്ത് കാര്യത്തിനെ കുറിച്ച് ഡിറ്റർമിൻ ചെയ്യുന്നു, നമുക്ക് ഇനി എംപ്ലോയീസിന് എന്തെങ്കിലും ട്രെയിനിങ് ഡെവലപ്മെന്റ് നീഡ്സ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പെക്ടഡ് ആൻഡ് ദ ആക്ച്വൽ ഔട്ട്പുട്ട് determine the level of training that needs to be imparted to the employees. നമ്മൾ ഈ ആക്ച്വലും എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് ട്രെയിനിങ്ങിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതനുസരിച്ച് ഒരാള് 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, ബട്ട് സ്റ്റാൻഡേർഡ് എത്രയായിരുന്നു? 1200 ആയിരുന്നു. സോ നമ്മൾ അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. ആ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്പീഡ് കൂട്ടി ആ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 1200 യൂണിറ്റ്സ് ഒക്കെ അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ ഡിസൈഡിങ് ദ ട്രെയിനിങ് കണ്ടന്റ്, tools, equipment to be used to conduct the training and method of training. അപ്പോൾ ഇതെന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? നമ്മൾ എങ്ങനെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, എന്ത് ടൂൾസ് യൂസ് ചെയ്ത് വേണം പ്രൊവൈഡ് ചെയ്യണം, എന്ത് എക്യുപ്മെന്റ്സ് ആണ് ആ എംപ്ലോയിക്ക് പർട്ടിക്കുലർ എംപ്ലോയിക്ക് വീക്ക് ആയിട്ടുള്ളത്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് കോമ്പൻസേഷൻ പാക്കേജ് ആണ് കേട്ടോ. Indeed, job analysis play a significant value in deciding pay packages and extra perks. Perks എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ perquisites എന്നാണ് പറയുന്നത്. Okay, perks and the benefits. Fixed and flexible employees reward. അപ്പോൾ ജോബ് അനലൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിഗ്നിഫിക്കന്റ് റോള് എന്ത് കാര്യത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ പേ ആൻഡ് അലവൻസിന്റെ കാര്യത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ബേസിക് പേ അല്ലെങ്കിൽ പാക്കേജസ് എന്തൊക്കെയാണ്? ഇനി എക്സ്ട്രാ പെർക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർക്യൂസസ് HRA, സ്ട്രെങ്ത് അലവൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? ബെനിഫിറ്റ്സ്, ബോണസ്, ഡിയർനെസ് അലവൻസ് എല്ലാം കൊടുക്കുന്നുണ്ടോ? ആൻഡ് ഫിക്സ്ഡ് ആൻഡ് ഫ്ലെക്സിബിൾ എംപ്ലോയി റിവാർഡ്സുകൾ എല്ലാം കൊടുക്കുന്നുണ്ടോ? ബോണസ് വരും കേട്ടോ, റിവാർഡ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഡീൽ ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ ദ പേ പാക്കേജ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ. നമുക്കറിയാം ബേസിക് പേ എങ്ങനെയാണ് ജോബിന്റെ അനുസരിച്ച്, ജോബ് ടൈറ്റിൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പൊസിഷൻ അനുസരിച്ച് മാറും. ഇപ്പം ലോവർ ലെവലിനേക്കാളും ലെവല് ഹൈ ആവുന്നതിനനുസരിച്ച് പേ പാക്കേജിന് വ്യത്യാസം വരുന്നുണ്ട്. ജോബ് ടൈറ്റിൽ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻവോൾവ് ഇൻ എ ജോബ്. അപ്പൊ അതില് ജോബ് ടൈറ്റിലും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിക്ക് അനലൈസ് ചെയ്തിട്ടാണ് പേ പാക്കേജസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ദ പ്രോസസ് ഡയറക്ട് ദ HR മാനേജർ ഈസ് ഇൻ ഡിറ്റർമിനിങ് ആൻ എംപ്ലോയീസ് വാല്യൂ ഫോർ എ പർട്ടിക്കുലർ ജോബ് ഓപ്പണിംഗ്. ഇത് ചെയ്യുന്നത് ആരാണ്? HR മാനേജർ ആണ്. HR മാനേജേഴ്സ് ആണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ HR മാനേജേഴ്സ് ആണ് ഈ ജോബിനെ കുറിച്ചിട്ടുള്ള ആ എംപ്ലോയിന്റെ വാല്യൂ അനുസരിച്ച് നമ്മുടെ ജോബിനെ കുറിച്ചിട്ടുള്ള പെർക്സ് അതേപോലെ തന്നെ പേ പാക്കേജ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനിയാണ് കോമ്പൻസേഷൻ കഴിഞ്ഞു. നമ്മൾ പെർക്സസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജോബ് ഡിസൈൻ ചെയ്യുന്നത്. എന്താണ് അവിടെ ചെയ്യേണ്ട ജോബ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. The main purpose of job analysis is to streamline the human effort and get the best possible output. മെയിൻ ആയിട്ട് ജോബ് അനാലിസിസ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ എഫേർട്ട്, ഓരോ എംപ്ലോയീസിന്റെയും എഫേർട്ട് എത്രയാണ് എന്നുള്ളതും അവരെ കൊണ്ട് എത്ര മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ജോബ് അനാലിസിസ് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it helps in designing, redesigning, enriching, evaluating, and also cutting back and adding the extra responsibility in a particular job. ഇത് ജോബ് ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ മേ ബി അത് ചേഞ്ചസ് റീഡിസൈൻ ചെയ്യാനും എൻറിച്ച് ചെയ്യുന്നു, കുറച്ചുകൂടി ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു, ഇവാലുവേറ്റ് ചെയ്യാം, അതെന്താണെന്ന് മനസ്സിലാക്കാം. ആൻഡ് ഓൾസോ കട്ടിങ് ബാക്ക് എന്നുവെച്ചാൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓർ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, ആ ഒരു പർട്ടിക്കുലർ ജോബിന് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു? അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം ജോബ് ഡിസൈനിൽ വരുന്നതാണ്, റീഡിസൈനിൽ വരുന്നതാണ്.
This is done to enhance the employee satisfaction by increasing human output. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇതിലൂടെ കൂട്ടാനും പറ്റും. അതേപോലെ തന്നെ ഹ്യൂമൻ ഔട്ട്പുട്ട്, ആ ഒരു വ്യക്തിയുടെ ഔട്ട്പുട്ട് കുറച്ചും കൂടി കൂട്ടാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പൊ അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്യുക, മേ ബി അനാവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസോ ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് ഈ ജോബ് ഡിസൈൻ ആൻഡ് ജോബ് റീഡിസൈനിൽ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ആണ്. നമുക്ക് അഞ്ച് പ്രോസസ്സാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, പുട്ട് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ് ആണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ. പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്ന പ്രോസസ്സാണ് പെർഫോമൻസ് അനാലിസിസ്. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡും നമ്മൾ ആക്ച്വലി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എംപ്ലോയീസിന് എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ട്രെയിനിങ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ട്രെയിനിങ് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിൽ വരുന്നത്. ഫോർത്ത് ആണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഇവിടെയാണ് നമ്മൾ പേ ആൻഡ് പാക്കേജസ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എക്സ്ട്രാ ബെനിഫിറ്റ്സ്, പെർമിഷൻസിനെ കുറിച്ചിട്ടും അത് എന്തെങ്കിലും റിവാർഡ്സുകൾ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡീൽ ചെയ്യുന്നതാണ് ഇവിടെ കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഈ പ്രോസസ് ഡയറക്ട് ചെയ്യുന്ന HR മാനേജറാണ്. ഈ പറയുമ്പോൾ എംപ്ലോയീസിന്റെ വാല്യൂ, ആ ഒരു ജോബ് വർക്ക് ചെയ്യുന്നതിന് എത്ര എമൗണ്ട് കൊടുക്കണം, ആ പർട്ടിക്കുലർ ജോബിന് എത്രയാണ് അതിന്റെ വാല്യൂ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്, HR മാനേജേഴ്സ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ജോബ് ഡിസൈനിങ് റീഡിസൈനിങ്, ജോബിനെ കുറിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാം, കട്ട് ബാക്ക് ചെയ്യണമെങ്കിൽ കട്ട് ബാക്ക് ചെയ്യാം, ചേഞ്ചസ് വരുത്താം, മാറ്റങ്ങൾ കൊണ്ടുവരാം. അതുവഴി എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനും അവരുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനും കാരണമാകും. സോ ഈ ഒരു 5 പോയിന്റ് ഒന്ന് റീഡ് ചെയ്തേ, ഈ 5 പോയിന്റ് റീഡ് ചെയ്താൽ മതി കേട്ടോ. റീഡ് ചെയ്ത എല്ലാവരും? യെസ് മാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ മാം. ഓക്കെ,
ഈ ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യുക. പിന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാത്തവര് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവാണ്. നമ്മൾ നെക്സ്റ്റ് ഡേ ചാപ്റ്റർ 2 റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിലേക്ക് മൂവ് ആകാണ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ എന്താണ് ജോബ് അനാലിസിസിന്റെ ഫസ്റ്റ് പ്രോസസ്സ് ഏതാണ്? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ്. അതിലേക്കാണ് നമ്മൾ മൂവ് ആകുന്നത്. ഓക്കെ, അപ്പം നന്നായിട്ടൊന്ന് റീഡ് ചെയ്തിട്ടൊക്കെ വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ലാസ്റ്റ് ഒക്കെ ആവുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.